ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു ചോക്ലേറ്റ് ഹാമ്പറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഹാമ്പർ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ വാട്സപ്പിൽ ഇതിൻ്റെ പിക്ക് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഒത്തിരി പേരെന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ടുണ്ട്, അതുപോലെ ഇതിൻ്റെ വീഡിയോസ് ഇടാമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുള്ള ഈ ഒരു ഹാമ്പർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിക്കാൻ പോകുന്നത്. ഇതുപോലെ തന്നെ റൗണ്ടിൽ വേറൊരു ചോക്ലേറ്റ് ഹാമ്പർ ചെയ്യുന്ന ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ പേര് ഞാൻ വായിക്കാം. റിയ, ഫാത്തിമ, നന്ദൂസ് വേൾഡ്, റിമിയാസ്, ആരിഫ ആൻഡ് ഐസ. അപ്പോൾ എല്ലാവർക്കും ഹായ്. അപ്പോൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് ട്രൈ പിക്സ് കാണാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള പിക്സുകളൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളെ പേരും കൂടെ സെൻഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു തെർമോക്കോളിൻ്റെ ഷീറ്റാണ്. അപ്പോൾ ഇത് ബുക്ക് സ്റ്റാളിലും അതുപോലെ ഇവൻറ്റിൻ്റെ ഷോപ്പിലൊക്കെ പോയാൽ കിട്ടും. ഞാൻ ഇവൻറ്റിൻ്റെ ഷോപ്പിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. ഇതുപോലത്തെ ഒരു ബോർഡിന് 40 രൂപയാണ് വരുന്നത്. ഞാൻ 3 ബോർഡ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് 3 kg കേക്കിൻ്റെ സ്ക്വയർ ബേസ് ആണ്. ഇനി ഇതിൻ്റെ മെഷർമെൻറ്റിൽ നമുക്ക് ഈ ഒരു തെർമോക്കോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള നോർമൽ നൈഫ് യൂസ് ചെയ്തിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഞാനിതിൻ്റെ 2 സൈഡിൽ നിന്നും കുറച്ച് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് 4 സൈഡിലും ചോക്ലേറ്റ് വെക്കാനുള്ള ഗ്യാപ്പ് മാത്രമായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ സ്ക്വയറിൻ്റെ 2 സൈഡിലുള്ള കറക്റ്റ് മെഷർമെൻറ്റ് 30 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഈ സെയിം മെഷർമെൻറ്റിൽ തന്നെ വേറെ 2 എണ്ണം കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ 3 എണ്ണം 30 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ കിക്കേറ്റാണ് വെക്കുന്നത്. കിക്കേറ്റിൻ്റെ ഹൈറ്റ് ഞാൻ ജസ്റ്റ് വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ കിക്കേറ്റിൻ്റെ സെയിം ഹൈറ്റ് വേണ്ട, കിക്കേറ്റിനെക്കാട്ടിലും കുറച്ചും കൂടെ കുറഞ്ഞിട്ടുള്ള ഹൈറ്റിലാണ് നമുക്കിത് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കിക്കേറ്റിനെക്കാട്ടും കുറച്ച് കുറവാണ് ഹൈറ്റ്. ഇനി ഈ 3 തെർമോക്കോളും ഇതുപോലെ ഫെവിക്കോൾ വെച്ചിങ്ങാണ്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ 3 ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ലെയർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 kg സ്ക്വയർ ബേസ് ആണ്. ഇനി ഇതിൻ്റെ മെഷർമെൻറ്റിലും നമുക്ക് തെർമോക്കോൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള 3 ലെയേഴ്സും സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും ഞാൻ കട്ട് ചെയ്തെടുത്ത് കറക്റ്റ് മെഷർമെൻ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് 25 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ബാക്കിയുള്ള എല്ലാം ഒട്ടിച്ചെടുത്തങ്ങാട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെക്കൻഡ് ലെയർ ആണ്. സെക്കൻഡ് ലെയർ 25 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിൽ ഞാൻ ഡയറി മിൽക്കാണ് വെക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ 5 എണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. 5 തെർമോക്കോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള 2 ലെയറും കൂടെ ഞാൻ ഒട്ടിച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി 3ാമത്തെ ലെയർ 19.5 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. പിന്നെ 4ാമത്തെ ലെയർ 12.5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ സെക്കൻഡ് ടയറും തേർഡ് ടയറിലും ഞാൻ 5 തെർമോക്കോൾ വെച്ചിങ്ങോട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ വെക്കുന്നത് ഒന്നിൽ ഗാലക്സിയും ഒന്ന് ഡയറി മിൽക്കും ആണ്. അപ്പോൾ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ 5 തെർമോക്കോൾ വെച്ചിട്ടുള്ളത്. അതുപോലെ 4ാമത്തേൽ ഞാൻ 4 തെർമോക്കോളാണ്. അതിൽ സ്നിക്കേഴ്സാണ് വെക്കുന്നത്. അപ്പോൾ അതിൽ 4 തെർമോക്കോൾ വെച്ചിങ്ങോട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്.
ഇനി ഓരോ തെർമോക്കോളും നമുക്ക് മുകളിലേക്കായിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ 3 kgയുടെ ബേസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ 2 kgയുടെ ബേസാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് സെക്കൻഡ് ടയർ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ബേസ് വെക്കുന്നില്ല, കാരണം നമ്മൾ അതിൻ്റെ അടിയിൽ കൂടെ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ബേസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലവേഴ്സ് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിത് ബേസ് ഒന്നും വെക്കാതെ ഇതുപോലെ ഈ ഒരു തെർമോക്കോളിൻ്റെ മുകളിലായിട്ട് ഞാൻ തേർഡ് ലെയറും ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചോക്ലേറ്റാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ 4 വെറൈറ്റി ചോക്ലേറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കിറ്റ്കാറ്റ് ഞാൻ 20 എടുത്തിട്ടുണ്ട്, ഡയറി മിൽക്കും 20 എടുത്തിട്ടുണ്ട്, അതുപോലെ ഗാലക്സി 20 എടുത്തിട്ടുണ്ട്, സ്നിക്കേഴ്സ് ഞാൻ 16 കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് തെർമോക്കോളിൽ ഒട്ടിക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡബിൾ ടാപ്പാണ്. ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡബിൾ ടാപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിന് 8 രൂപയാണ്. ബുക്ക് സ്റ്റാളിലൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ഇത് നമുക്ക് എല്ലാ ചോക്ലേറ്റിൻ്റെയും ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. ഇപ്പോൾ എല്ലാ ചോക്ലേറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഞാൻ ഡബിൾ ടാപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ടാപ്പിൻ്റെ വൈറ്റ് ഭാഗം നമ്മൾ പറിച്ചെടുക്കണം. അപ്പോൾ അതിൽ പശ പോലെ ഇങ്ങനെ ഒട്ടി നിന്നിട്ടുണ്ടാവും കേട്ടോ. അതാണ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡബിൾ ടാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ തെർമോക്കോളിൽ ഒട്ടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ടവർ ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് ഇത് സ്റ്റിക്കാവാൻ വേണ്ടിയിട്ട് ഒരു ദിവസമൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ, എന്നാലും ഇത് നന്നായിട്ട് സ്റ്റിക്കാവുള്ളൂ. അപ്പോൾ അത് ഞാൻ ഒരു ദിവസം ഇതുപോലെ സ്റ്റിക്കാവാൻ വെച്ചതിന് ശേഷമാണ് ഞാനിതിൽ ചോക്ലേറ്റൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതുപോലെ കിറ്റ്കാറ്റ് എല്ലാം അടുപ്പിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ഭാഗത്ത് 5 കിറ്റ്കാറ്റാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാ ചോക്ലേറ്റ്സും ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ സൈഡിൽ കൂടി ആയിട്ട് ഞാൻ ഇതുപോലത്തെ റെഡ് റിബണ് വെച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇപ്പോൾ ചോക്ലേറ്റ്സ് എല്ലാം വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫ്ലവേഴ്സാണ് വെക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ കുറച്ച് ഫ്ലവേഴ്സ് മേടിച്ചിട്ടുണ്ട്. ഇത് റെഡ് റോസാണ്. റെഡ് റോസ് ഞാൻ 13 എണ്ണം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രഷ് ഫ്ലവറിൻ്റെ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 2 ദിവസം മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ താഴ്ഭാഗം എനിക്ക് 4-ാം തീയതി ആയിരുന്നു ഇതിൻ്റെ ഓർഡർ. ഞാൻ 2-ാം തീയതി ഈ ഫ്ലവേഴ്സൊക്കെ മേടിച്ചിങ്ങാട് വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ മേടിച്ച് വെച്ചാലും ഇത് വാടി പോകുന്നില്ല. ഇനി നമുക്ക് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എവിടെയാണോ ഫ്ലവേഴ്സ് വെക്കുന്നത് അവിടെ ഈ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഓരോ ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നാൽ നമുക്ക് ഫ്ലവേഴ്സ് വെക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സ് ഡെലിവറി ചെയ്യുന്ന സമയത്തേ വെക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ തലേ ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഈ ഫ്ലവേഴ്സൊക്കെ വാടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡെലിവറി ചെയ്യുന്ന സമയത്ത് മാത്രം ഈ ഒരു ഫ്ലവേഴ്സ് വെക്കുക. നമ്മൾ നേരത്തെ റോസ് വെച്ച പോലെ തന്നെ ഈ ഒരു ചെറിയ ഫ്ലവേഴ്സും അതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഹാമർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ സെയിൽ ചെയ്യുന്നത് 5000 രൂപക്കാണ് കേട്ടോ. ഇതുപോലെ തന്നെ ഞാൻ റൗണ്ടിലുള്ളൊരു ചോക്ലേറ്റ് ഹാമ്പർ ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതെൻ്റെ കേക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജാണ്. ക്രിയേറ്റീവ് കേക്ക്സ് എന്നാണ് പേജിൻ്റെ നെയിം. ഇതിൽ ഒരുപാട് കേക്കിൻ്റെ വെറൈറ്റി പിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതെൻ്റെ സബ്സ്ക്രൈബറുടെ ചാനലാണ്. ദ ക്യൂൻ സിസ്റ്റേഴ്സ് എന്നാണ് ചാനലിൻ്റെ നെയിം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതെൻ്റെ വേറൊരു സബ്സ്ക്രൈബറുടെ ചാനലാണ്. മിർഫാസ് കിച്ചൺ എന്നാണ് ചാനലിൻ്റെ നെയിം. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പത്തന്നെ ഒരു കുഞ്ഞു ബെൽ ഐക്കണും കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.